Hey guys, welcome back to our channel. So, ഇന്ന് നമുക്ക് ക്വിക്ക് റിവിഷൻ സീരീസിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സിമെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. സോ നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് കവർ ചെയ്ത് റിവൈസ് ചെയ്യാം. ഓക്കെ. സോ സിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബൈൻഡിങ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്ന എക്സ്ട്രീംലി ഫൈൻ ആയിട്ടുള്ള അഡസീവ് ആൻഡ് കൊഹസീവ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മെറ്റീരിയലാണ് സിമെൻറ്റ്. ഇൻവെൻറ്റ് ചെയ്തത് ജോസഫ് ആസ്പിരൻ ഇൻ 1824. മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1904 ചെന്നൈയിലാണ് ബൈ സൗത്ത് ഇന്ത്യ സിമെൻറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1956 കോട്ടയത്താണ്. വൈറ്റ് സിമെൻറ്റ് ഫാക്ടറിയാണ്. സിമെൻറ്റിൻ്റെ പേര് വേമ്പനാട് സിമെൻറ്റ് ബൈ ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ്. സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.14, ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് 1440 kg/m³. ഒരു ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ വെയിറ്റ് 50 kg. ഒരു ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ വോളിയം 0.035 m³. 1 m³ of cement is 30 bags of cement. ഇനി നമുക്ക് സിമെൻറ്റിൻ്റെ കോൺസ്റ്റുവൻസ് നോക്കാം. സോ ഫസ്റ്റ് വൺ ലൈമാണ്. അതിൻ്റെ കോമ്പോസിഷൻ ഓർത്ത് വയ്ക്കുക, 60 to 67%. ചീഫ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് സിമെൻറ്റ് ലൈമാണ്. സിമെൻറ്റിന് ബൈൻഡിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നതും ലൈമാണ്. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അൺസൗണ്ട്നെസ് കോസ് ചെയ്യും, ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്വിക്ക് സെറ്റിംഗ് കോസ് ചെയ്യും. അടുത്തത് സിലിക്ക, 17 to 25% ആണ് കോമ്പോസിഷൻ. സിലിക്ക പ്രൊവൈഡ്സ് സ്ട്രെങ്ത്. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യും, ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. അടുത്തത് അലൂമിന, 3 to 8% ആണ്. ഇറ്റ് ആക്ട് ആസ് എ ഫ്ലക്സ് ഇൻ ദ റോട്ടറി കെൻ. അലൂമിനയ്ക്ക് ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇനിഷ്യൽ സെറ്റിംഗ്. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ സിമെൻറ്റ് വീക്ക് ആകും. അയൺ ഓക്സൈഡ് 3 to 4%. മെയിൻ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇമ്പാർട്സ് ഹാർഡ്നെസ് ആൻഡ് കളർ. ആൻഡ് ഓൾസോ അയൺ ഓക്സൈഡ് ആക്ട് ആസ് എ ഫ്ലക്സ്. ഇനി മെഗ്നീഷ്യം ഓക്സൈഡ് 0.1 to 4% ആണ്. എഗെയിൻ ഇറ്റ് ഇമ്പാർട്സ് ഹാർഡ്നെസ് ആൻഡ് കളർ. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അൺസൗണ്ട്നെസ് കോസ് ചെയ്യും. സൾഫർ 1 to 3% ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് സൗണ്ട്നെസ്. ആൽക്കലീസ് 0.4% ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1%. ആൻഡ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എഫ്ലോറസെൻസ് കോസ് ചെയ്യും. ഇനി ജിപ്സത്തിൻ്റെ കോമ്പോസിഷൻ 3 to 5% ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ 3 to 5% ആണുള്ളത്. നിങ്ങൾക്ക് SSC പോലുള്ള എക്സാംസിന് 2 to 3% എന്ന് കാണാം. PSC കീയിൽ 1 to 3% കണ്ടിട്ടുണ്ട്. സോ നിങ്ങളൊരു ഓപ്റ്റിമം 3% ഓർത്ത് വയ്ക്കുക. ആൻഡ് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളത് മാർക്ക് ചെയ്യുക. ഓക്കെ. ജിപ്സം അതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ദ സെറ്റിംഗ് ടൈം. ആൻഡ് ജിപ്സം എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ക്ലിങ്കർ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്താണ്. സ്പെസിഫിക്കലി പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ഗ്രൈൻഡിങ് ദി ക്ലിങ്കർ. ഇനി നമുക്ക് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് നോക്കാം. സോ മെയിൻലി 3 പ്രോസസ്സാണ്: മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, ബേണിംഗ് ആൻഡ് ഗ്രൈൻഡിങ്. സോ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അർജിലേഷ്യസ് ആൻഡ് കാൽക്കേറിയസ് മെറ്റീരിയൽസ്. അർജിലേഷ്യസ് മെറ്റീരിയൽസ് ഷെയിൽ ഓർ ക്ലേ, കാൽക്കേറിയസ് മെറ്റീരിയൽ ലൈംസ്റ്റോൺ ഓർ ചോക്ക്. ഇനി റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്യാൻ 2 പ്രോസസ്സാണ്: ഡ്രൈ പ്രോസസ്സ് ആൻഡ് വെറ്റ് പ്രോസസ്സ്. സോ ഡ്രൈ പ്രോസസ്സിൽ ഇൻഗ്രീഡിയൻസിന് അതിൻ്റെ ഡ്രൈ സ്റ്റേറ്റിലായിരിക്കും മിക്സ് ചെയ്യുന്നത്. വെറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അർജിലേഷ്യസ് മെറ്റീരിയൽസിന് ഒരു വാഷ് മില്ലിൽ കൂടെ പാസ് ചെയ്ത് സ്ലറി ഫോമിലായിരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഡ്രൈ പ്രോസസ്സാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് OPC ഈസ് മാനുഫാക്ചർഡ് ബൈ ഡ്രൈ പ്രോസസ്സ്. ഇനി റോട്ടറി കിന്നിലാണ് ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. റോട്ടറി കിന്നിൻ്റെ ഡയമെൻഷൻസ് നോക്കി വയ്ക്കുക. ഡയമീറ്റർ 2.5 to 3 meters, ലെങ്ത് 90 to 120 meters, ഗ്രേഡിയൻറ്റ് 1/24, റൊട്ടേഷൻ 3 rotations per minute. ഇനി റോട്ടറി കിന്നിലെ ബേണിംഗ് സോണിൻ്റെ ടെമ്പറേച്ചർ 1300 to 1500 degrees. സിലിക്കയുടെ ഫ്യൂസിംഗ് ടെമ്പറേച്ചർ 1730 degrees. ഇനി നമ്മൾ പറഞ്ഞു അയൺ ഓക്സൈഡ് ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന്. സോ സിലിക്കയുടെ ഫ്യൂസിംഗ് ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യുന്നൊരു ഫ്ലക്സ് ആയിട്ടാണ് അയൺ ഓക്സൈഡ് ആക്ട് ചെയ്യുന്നത്. ഇനി കിന്നിൽ നമ്മൾ റോ മെറ്റീരിയൽസ് ഫീഡ് ചെയ്യുന്ന ആ ഒരു സോണിനെയാണ് നമ്മൾ ഡ്രൈ സോൺ എന്ന് പറയുന്നത്. വാട്ടർ വേപ്പർ എല്ലാം മോസ്റ്റ്ലി ഇവോപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു സോണിലാണ്. ഇനി പ്രീ ഹീറ്റിംഗ് സോൺ എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എല്ലാം ഇവോപ്പറേറ്റ് ആയിട്ട് സ്മോൾ നോഡ്യൂൾസ് ഫോം ചെയ്യുന്ന ഒരു റീജിയനാണ് പ്രീ ഹീറ്റിംഗ് സോൺ. അടുത്ത ബേണിംഗ് സോൺ എന്ന് പറയുമ്പോൾ അവിടെയാണ് ക്ലിങ്കേഴ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് ബോക്സ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ഇൻ ബേണിംഗ് സോൺ. ഈ ഫോം ചെയ്ത ക്ലിങ്കേഴ്സിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നൊരു ഫ്ലക്സ് ആയിട്ടാണ് അലൂമിന ആക്ട് ചെയ്യുന്നത്. ബോൾ മിൽസും ട്യൂബ് മിൽസുമാണ് ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ക്രോമിയം സ്റ്റീൽ ബോൾസ് ആർ യൂസ്ഡ് ഇൻ ദീസ് മിൽസ് ഫോർ ഗ്രൈൻഡിങ്. ഇനി സൈസ് ഓഫ് ദ ബോൾ യൂസ്ഡ് ചോദിച്ചാൽ ബോൾ മിൽസിൻ്റെ കേസിൽ 50 mm to 120 mm ആണ്. ട്യൂബ് മിൽസിൻ്റെ കേസിൽ സൈസ് ഓഫ് ദ ബോൾസ് 20 mm to 25 mm.
ഇനി വാട്ടറും സിമെൻറ്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹൈഡ്രേഷൻ ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്. ഹീറ്റ് ലിബറേറ്റഡ് ഡ്യൂറിംഗ് ഹൈഡ്രേഷൻ റിയാക്ഷൻ ഓഫ് സിമെൻറ്റ് is called as heat of hydration. Rate of hydration can be increased by fineness of the cement. ഇനി നോർമൽ OPCയുടെ കേസിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ 7 ഡേയ്സിൽ ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 65 calories per gram. 28 ഡേയ്സിൽ ഇറ്റ് ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 75 calories per gram. ഇനി ബോക്സ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഓർ എലൈറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഓർ ബിലൈറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ഓർ സിലൈറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനോഫെറൈറ്റ് ഓർ ഫിലൈറ്റ്. ഇതിൽ ബെസ്റ്റ് സിമെൻറ്റിംഗ് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഇനി നമുക്ക് ഈ ഓരോ ബോക്സ് കോമ്പൗണ്ട്സിൻ്റെയും പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കാം. സോ എലൈറ്റ് അല്ലെങ്കിൽ C3S അതിൻ്റെ കോമ്പോസിഷൻ 45 to 65%, ബിലൈറ്റ് ഓർ C2S അതിൻ്റെ കോമ്പോസിഷൻ 15 to 35%, സിലൈറ്റ് ഓർ C3A 8 to 10%, ആൻഡ് ഫിലൈറ്റ് ഓർ C4AF 10 to 12%. ഇനി അതിൻ്റെ ഫോർമുലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഇനി സ്ട്രെങ്ത് പ്രോപ്പർട്ടീസ് നോക്കിയാൽ ഏർലി സ്ട്രെങ്ത്തിന് കാരണമാകുന്നത് C3S ആണ്, ലേറ്റർ സ്ട്രെങ്ത്തിന് കാരണമാകുന്നത് C2S ആണ്. ലിറ്റിൽ സ്ട്രെങ്ത് ആണ് C3A കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആൻഡ് C4AF നോ സ്ട്രെങ്ത് കോൺട്രിബ്യൂഷൻ. ടൈം ഓഫ് ഫോർമേഷൻ നോക്കിയാൽ വിത്തിൻ 1 വീക്കിൽ C3S ഫോം ചെയ്യും ആൻഡ് ആഫ്റ്റർ 1 വീക്ക് ആയിരിക്കും C2S ഫോം ചെയ്യുന്നത്. C3Aയും C4AFും വിത്തിൻ 24 hours ഫോം ചെയ്യും. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നോക്കിയാൽ C3Sൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ 120 calories per gram, C2Sന് 62 calories per gram, C3A 207 calories per gram. നമ്മൾ പറഞ്ഞു അലുമിനിക്കാണ് ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉള്ളത്. സോ C3Aക്കാണ് ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ 207 calories per gram ആൻഡ് C4AF 100 calories per gram. ഇനി സെറ്റിംഗ് ഓർ ഹാർഡനിങ് പ്രോപ്പർട്ടീസ് നോക്കിയാൽ C3S ഹാർഡൻസ് റാപ്പിഡ്ലി, C2S ഹൈഡ്രേറ്റ്സ് ആൻഡ് ഹാർഡൻസ് സ്ലോലി, C3A ക്വിക്ക് സെറ്റിംഗ്, C4AF വെരി സ്ലോ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഓർഡർ ഒന്ന് നോക്കാം. ഓർഡർ ഓഫ് റിയാക്ഷനിൽ ഫസ്റ്റ് C3A ആണ്, ദെൻ കം C4AF, C3S ആൻഡ് C2S. ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് നോക്കിയാൽ C3S ആണ് ഫസ്റ്റ് ആൻഡ് ദെൻ കം C2S, C3A ആൻഡ് C4AF. ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമുക്കറിയാം C3Aക്കാണ് ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ദെൻ കംസ് C3S, C4AF ആൻഡ് C2Sനാണ് ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഓർഡർ ഓഫ് സെറ്റിംഗ് ആൻഡ് ഹൈഡ്രേഷൻ C3A ആണ് ക്വിക്ക് സെറ്റിംഗ്, സോ C3A കംസ് ഫസ്റ്റ്, C3S, C2S ആൻഡ് C4AF. ഇതെല്ലാം ഡിക്രീസിങ് ഓർഡർ ആണ്. ഓക്കെ. ഇനി ഡ്യൂറിങ് ഹൈഡ്രേഷൻ നമ്മുടെ കാൽഷ്യം സിലിക്കേറ്റ്സും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് കാൽഷ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ജെൽ, അതായത് നമ്മുടെ CSH ജെല്ലും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യുന്നത്. സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാൽഷ്യം അലൂമിനേറ്റ് ഹൈഡ്രേറ്റും കൂടെ സൾഫേറ്റ് അയോൺസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് സൾഫേറ്റ് അറ്റാക്ക് കോസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സൾഫേറ്റ് അറ്റാക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ട്രൈ കാൽഷ്യം അലൂമിനേറ്റും ടെട്രാ കാൽഷ്യം ഫെറേറ്റും റെഡ്യൂസ് ചെയ്താൽ മതിയാകും. Presence of sulfate affects the durability of concrete. Box compound having resistance against chemical attack is dicalcium silicate. ഇനി ഫ്ലാറ്റ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു C3A ആണ് ക്വിക്ക് സെറ്റിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഓർഡർ ഓഫ് റിയാക്ഷനിലും C3A ആണ് ഫസ്റ്റ്. സോ C3A വാട്ടറുമായിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ട് ഒരു ഇമ്മീഡിയറ്റ് സ്റ്റിഫനിങ് കോസ് ചെയ്യും സിമെൻറ്റിൽ. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലാറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫ്ലാറ്റ് സെറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മുടെ സിമെൻറ്റിലെ കെമിക്കൽ കോമ്പൗണ്ട്സിനെല്ലാം റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ ബൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അത് അബൌട്ട് 23% ആണ്. ആൻഡ് പോഴ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ ആവശ്യമായ വാട്ടറിനെയാണ് നമ്മൾ ജെൽ വാട്ടർ എന്ന് പറയുന്നത്. അത് അബൌട്ട് 15% ആണ്. സോ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് ഹൈഡ്രേഷൻ റിയാക്ഷൻ ഇസ് 23 + 15, അതായത് 38% ആണ്. ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിൻ്റെ കൂടെ നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് നമുക്കറിയാം അവൈലബിൾ ഇൻ 33 grade, 43 grade ആൻഡ് 53 grade ആൻഡ് ഗ്രേഡ് റെപ്രസെൻറ്റ്സ് 28 day കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ്. ഇനി ഓരോ ടൈപ്പ് ഓഫ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയയും കൂടെ ഒന്ന് നോക്കി വെച്ചോളൂ. 33 ഗ്രേഡിന് സ്പെസിഫിക് സർഫസ് ഏരിയ ഇസ് 2250 cm² per gram, 43 ഗ്രേഡിന് 3400 cm² per gram ആൻഡ് 53 ഗ്രേഡിന് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 3400 cm² per gram.
Rapid hardening cement specific surface area is greater than 3250 cm square per gram, and for Portland Pozzolana cement it should not be less than 3000 cm square per gram. ഇനി ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന് ഇൻ ജനറൽ ചോദിച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2250 cm square per gram. ഓക്കെ, ഇനി റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ് കണ്ടെയ്നിങ് മോർ C3S ആൻഡ് ലെസ് C2S ദാൻ OPC. സോ C3S നമ്മൾ പറഞ്ഞു, C3Sനാണ് റാപ്പിഡ് ഹാർഡനിങ് പ്രോപ്പർട്ടി ഉള്ളത്. സോ C3S കൂടുതലും C2S കുറവുമായിരിക്കും റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൽ. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൻ്റെ യൂസസ് എന്ന് പറയുമ്പോൾ യൂസ് ഫോർ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ ഇൻ കോൾഡ് കൺട്രീസ്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ്, റോഡ് റിപ്പയർ വർക്ക്സ് ആൻഡ് ഏർലി റിമൂവൽ ഓഫ് ഫോം വർക്ക്. ഇനി OPC 3 days കൊണ്ട് അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യും. ആൻഡ് OPC 7 days കൊണ്ട് അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് 3 days കൊണ്ട് അച്ചീവ് ചെയ്യും. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് കണ്ടെയ്ൻസ് മോർ ലൈം ദാൻ OPC. ഇനി റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൽ കാൽഷ്യം ക്ലോറൈഡും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അത് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ആവുന്നത്. ആൻഡ് ഈ കാൽഷ്യം ക്ലോറൈഡിൻ്റെ പെർസെൻറ്റേജ് ഇസ് ലിമിറ്റഡ് ടു 2%. And 1 day strength of extra rapid hardening cement is 25% more than the strength of rapid hardening cement. ഇനി ലോ ഹീറ്റ് സിമെൻറ്റ് എടുത്താൽ C3Aയും C3S കണ്ടൻറ്റും കുറവായിരിക്കും, C2S കൂടുതലായിരിക്കും. നമുക്കറിയാം C2Sനാണ് ലോവസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉള്ളത്. സോ C2S കണ്ടൻറ്റ് ആയിരിക്കും ലോ ഹീറ്റ് സിമെൻറ്റിൽ കൂടുതൽ. ലോ ഹീറ്റ് സിമെൻറ്റ് കണ്ടെയ്ൻസ് ലെസ് ലൈം ദാൻ OPC. ആൻഡ് യൂസസ് എന്ന് പറയുന്നത് മാസീവ് കൺസ്ട്രക്ഷൻ ആണ്, സച്ച് ആസ് അബട്ട്മെൻറ്റ്സ്, റീറ്റെയിനിങ് വാൾസ് ആൻഡ് ഡാംസ്. Rate of gain of strength of low heat cement in comparison with OPC is low. Ultimate strength എടുത്താൽ low heat cementനും OPCക്കും almost same ആയിരിക്കും. Heat of hydration of low heat cement is lower than OPC. ഇനി സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. സോ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൽ ലോ അലൂമിനേറ്റ്സ് ആൻഡ് മോർ സിലിക്കേറ്റ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു സൾഫേറ്റ് അറ്റാക്ക് കോസ് ചെയ്യുന്നത് അലൂമിനേറ്റ്സ് കാരണമാണ്. സോ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൽ അലൂമിനേറ്റ്സിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കണം. ആൻഡ് C3A കണ്ടന്റ് ഇൻ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5%. സെറ്റിംഗ് ടൈം എടുത്താൽ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റിനും OPCക്കും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. യൂസസ് എന്ന് പറയുന്നത് മറൈൻ കൺസ്ട്രക്ഷൻ വർക്ക്സ്, കനാൽ ലൈനിങ് എക്സ്പോസ് ടു ആൽക്കലി അറ്റാക്സ്, മാർഷി ഏരിയ ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ ആൻഡ് സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. ഇനി അടുത്തത് പോർട്ട്ലാൻഡ് പസോലാന സിമെൻറ്റ്. സോ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ക്ലിങ്കേഴ്സിൻ്റെ കൂടെ പസോലാനിക് മെറ്റീരിയൽസും കൂടെ ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന സിമെൻറ്റിനെയാണ് പോർട്ട്ലാൻഡ് പസോലാന സിമെൻറ്റ് എന്ന് പറയുന്നത്. പസോലാന എന്ന് പറയുന്നത് സിലീഷ്യസ് ഓർ വോൾക്കാനിക് മെറ്റീരിയൽ കണ്ടെയ്നിങ് ക്ലേ അപ് ടു 80%. Proportion of pozzolana with weight of cement clinker is 25% to 35%. And pozzolanic materials naturally artificially ഉണ്ട്. Natural pozzolanic materials എന്ന് പറയുമ്പോൾ pumice, diatomaceous earth and burnt clay. Artificial pozzolanic materials fly ash, blast furnace slag and silica fume. ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് കോൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന തെർമൽ പവർ സ്റ്റേഷൻസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയലാണ് ഫ്ലൈ ആഷ്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ PPC ഈസ് ലെസ്. PPC നമ്മൾ യൂസ് ചെയ്യുന്നത് മറൈൻ ആൻഡ് ഹൈഡ്രോളിക് കൺസ്ട്രക്ഷൻസ് നിയർ സീഷോർ ആൻഡ് മാസ് കൺസ്ട്രക്ഷൻസ്. അടുത്തത് പോർട്ട്ലാൻഡ് ബ്ലാസ്റ്റ് ഫർണേസ് സ്ലാഗ് സിമെൻറ്റ്. സോ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ക്ലിങ്കേഴ്സിൻ്റെ കൂടെ ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണേസ് സ്ലാഗ് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന സിമെൻറ്റാണ് പോർട്ട്ലാൻഡ് ബ്ലാസ്റ്റ് ഫർണേസ് സ്ലാഗ് സിമെൻറ്റ്. സ്ലാഗിൻ്റെ പ്രൊപ്പോർഷൻ ഓർത്ത് വയ്ക്കുക 60 to 65%. And early strength of Portland blast furnace slag in comparison with OPC is low, and blast furnace slag obviously cheaper than OPC ആയിരിക്കും. ഇനി blast furnace slag സിമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ടു സൾഫേറ്റ് ആൻഡ് ആൽക്കലി അറ്റാക്സ് OPCനെ കാട്ടിയും കൂടുതലായിരിക്കും. blast furnace slag is used for marine water construction, and blast furnace slag cement develops low heat of hydration. ഇനി അടുത്തത് ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. സോ ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് കണ്ടെയ്ൻസ് ആസിഡ് റെസിസ്റ്റൻറ്റ് അഗ്രിഗേറ്റ്സ്, സോലുബിൾ ഗ്ലാസ്. സോലുബിൾ ഗ്ലാസ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് സോഡിയം സിലിക്കേറ്റ് ആണ്. ഇനി ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൻ്റെ ഹാർഡനിങ് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് സോഡിയം ഫ്ലൂറോ സിലിക്കേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് 0.2% ലിൻസീഡ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്.
അടുത്തത് വൈറ്റ് സിമെൻറ്റ്. സോ വൈറ്റ് സിമെൻറ്റിൽ എമൗണ്ട് ഓഫ് അയൺ ഓക്സൈഡ് കുറവായിരിക്കും. നമുക്കറിയാം അയൺ ഓക്സൈഡ് ആണ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. സോ എമൗണ്ട് ഓഫ് അയൺ ഓക്സൈഡ് ഈസ് കെപ്റ്റ് ലെസ് ദാൻ 1% ഇൻ വൈറ്റ് സിമെൻറ്റ്. ആൻഡ് ആബ്സെൻസ് ഓഫ് അയൺ ഓക്സൈഡിൽ ക്രയോലൈറ്റ് ആണ് ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇൻ വൈറ്റ് സിമെൻറ്റ്. റോ മെറ്റീരിയൽസ് ഇൻ വൈറ്റ് സിമെൻറ്റ് ആർ വൈറ്റ് ചോക്ക് ആൻഡ് ചൈന ക്ലേ. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോളിന് പകരം ഓയിലാണ് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് വൈറ്റ് സിമെൻറ്റ് ഇസ് യൂസ് ഫോർ ആർക്കിടെക്ചറൽ പർപ്പസസ്. സ്ട്രെങ്ത് ഓഫ് വൈറ്റ് സിമെൻറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ OPC. കളേർഡ് സിമെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് കോളോക്രീറ്റ് എന്ന്. കളറിംഗ് പിഗ്മെൻറ്റ് ഇൻ കളേർഡ് സിമെൻറ്റ് ഇസ് ലെസ് ദാൻ 10%. Cobalt imparts blue color, chromium dioxide imparts green color, and manganese dioxide imparts black or brown color. അടുത്തത് ഹൈ അലൂമിന സിമെൻറ്റ്. സോ ഹൈ അലൂമിന സിമെൻറ്റിൽ അലൂമിന കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ആൻഡ് അലൂമിന ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്വിക്ക് സെറ്റിംഗ്. Therefore, cement which sets quickly and attains ultimate strength in a shorter period is high alumina cement, and it contains high composition of aluminum and calcareous compounds like bauxite and limestone. Total alumina content in high alumina cement should not be less than 32%. High alumina cement is resistant to freezing and thawing, acid attack, and high temperatures. High alumina cement is used in lining of chimneys and kiln. 1 day strength of high alumina cement is 40 Newton per mm square and 3 day strength is 50 Newton per mm square. അടുത്തത് എക്സ്പാൻഡിംഗ് സിമെൻറ്റ്സ്. എക്സ്പാൻഡിംഗ് സിമെൻറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ആഡിംഗ് സൾഫോ അലൂമിനേറ്റ്സ് ആൻഡ് സ്റ്റെബിലൈസിംഗ് ഏജൻറ്റ്സ്. എക്സ്പാൻഡിംഗ് സിമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൗട്ടിംഗ് ഓഫ് ജോയിൻറ്റ്സ് ആൻഡ് ക്രാക്സ്. ഇനി അടുത്തത് മേസണറി സിമെൻറ്റ്. സോ മേസണറി സിമെൻറ്റ് മേസണറി പർപ്പസസിനാണ് യൂസ് ചെയ്യുന്നത്. സിമെൻറ്റ് വിച്ച് ഹാസ് ഗുഡ് വർക്കബിലിറ്റി, റെഡ്യൂസ്ഡ് ഷ്രിങ്കേജ് ആൻഡ് ഹയർ വാട്ടർ റിറ്റൻറ്റിവിറ്റി. ഇനി മേസണറി സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് OPC ക്ലിങ്കേഴ്സിൻ്റെ കൂടെ ഹൈഡ്രേറ്റഡ് ലൈം, ഗ്രാനുലേറ്റഡ് സ്ലാഗ് ഓർ ക്രഷ്ഡ് സ്റ്റോണ് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് മേസണറി സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അടുത്തത് സൂപ്പർ സൾഫേറ്റഡ് സിമെൻറ്റ് വെൽ ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണേസ് സ്ലാഗും കാൽഷ്യം സൾഫേറ്റും പോർട്ട്ലൻഡ് സിമെൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സൂപ്പർ സൾഫേറ്റഡ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്. സോ സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ആക്സലറേറ്റ് ചെയ്യാനായിട്ട് സിമെൻറ്റ് ക്ലിങ്കേഴ്സിൻ്റെ കൂടെ അലുമിനോ സൾഫേറ്റ് ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന സിമെൻറ്റാണ് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്. എമൗണ്ട് ഓഫ് അലുമിനോ സൾഫേറ്റ് ആഡഡ് ഇസ് 1 to 3%. ആൻഡ് ഓൾസോ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിൽ ജിപ്സത്തിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും. ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് ഇസ് യൂസ് ഫോർ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ. അടുത്തത് എയർ എൻട്രെയിനിങ് സിമെൻറ്റ്. സോ എയർ എൻട്രെയിനിങ് സിമെൻറ്റ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? OPC ക്ലിങ്കേഴ്സിൻ്റെ കൂടെ എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന സിമെൻറ്റാണ് എയർ എൻട്രെയിനിങ് സിമെൻറ്റ്. ആൻഡ് പെർസെൻറ്റേജ് അഡീഷൻ ഓഫ് എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് 0.1 to 0.3% ആണ്. ആൻഡ് എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ബ്ലീഡിങ് ആൻഡ് സെഗ്രിഗേഷൻ കുറയ്ക്കാൻ പറ്റും. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് കാൽഷ്യം ലിഗ്നോ സൾഫേറ്റ് ആൻഡ് ആൽക്കലി സോൾട്സ് ഓഫ് വുഡ് റെസിൻ. അടുത്തത് ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. ഹൈഡ്രോഫോബിക് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ OPC ക്ലിങ്കേഴ്സിൻ്റെ കൂടെ 0.1 to 0.4% വാട്ടർ റിപ്പല്ലൻറ്റ് ഫോമിംഗ് സബ്സ്റ്റൻസസ് ആഡ് ചെയ്യും. എക്സാമ്പിൾ സ്റ്റീറിക് ആസിഡ്, ഒലീക് ആസിഡ്, എത്തനോ, ക്ലോറോഫിനോൾ. ആൻഡ് ഹൈഡ്രോഫോബിക് സിമെൻറ്റ് ഫീച്ചേഴ്സ് ഗ്രേറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ആൻഡ് വാട്ടർ ഇംപെർമിബിലിറ്റി. ഇനി ഓരോ ടൈപ്പ് ഓഫ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 30 minutes, ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours. ഹൈ അലൂമിന സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 3.5 hours, ഫൈനൽ സെറ്റിംഗ് ടൈം 5 hours. ലോ ഹീറ്റ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 1 hour ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours. ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 5 minutes ആണ്, ഫൈനൽ സെറ്റിംഗ് ടൈം 30 minutes ആണ്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിന് സിമിലർ ആണ്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഇസ് 30 minutes ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഇസ് 10 hours. ഇനി ഓരോ ടൈപ്പ് ഓഫ് സിമെൻറ്റിൻ്റെ IS കോഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനത് വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല, പക്ഷേ നിങ്ങളെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. കാരണം IS കോഡ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മിസ്സാക്കണ്ട. എല്ലാ IS കോഡ്സും ഒന്ന് നോക്കി വയ്ക്കുക. സോ ടെസ്റ്റ് ഇൻ സിമെൻറ്റ് നമുക്ക് ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട്. സോ ഫീൽഡ് ടെസ്റ്റിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, കളർ ഓഫ് സിമെൻറ്റ് ഷുഡ് ബി ഗ്രീൻ കളർ. Second one, when touched between fingers, cement should feel smooth. When hand is inserted in a bag or a heap of cement, it should feel cool. When cement is thrown into a bucket of water, it should first float and then sink. Bag of cement should not contain any lumps. So, ഇതൊക്കെയാണ് നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഓക്കെ, സിമെൻറ്റ് ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ 3 months ഫ്രം മാനുഫാക്ചർ. നമ്മൾ സ്റ്റോറേജ് ടൈം കൂടുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയും. സോ 3 months തന്നെ സിമെൻറ്റ് യൂസ് ചെയ്യണം.
അടുത്തത് ലബോറട്ടറി ടെസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് വൺ ഫൈനസ് ടെസ്റ്റ്. സോ ഫൈനസ് എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടിക്കിൾ സൈസിനെയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പാർട്ടിക്കിൾ സൈസ് ഓഫ് സിമെൻറ്റ് ആൻഡ് സ്പെസിഫിക് സർഫസ് ഏരിയ ആൻഡ് ഡസ് ഇൻഡയറക്ട്ലി എഫക്ട് ദ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നോക്കിയിരുന്നു റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇൻക്രീസസ് വിത്ത് ഫൈനസ്. ഇനി ഫൈനസ് ഓഫ് സിമെൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സീവ് ടെസ്റ്റ് ഉണ്ട്, ബ്ലെയിൻസ് എയർ പെർമിയബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. സീവ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സീവ് നമ്പർ 9 ആണ്, ദറ്റ് ഇസ് 90 മൈക്രോൺ സീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫൈനസ് ടെസ്റ്റിന് എടുക്കുന്ന എമൗണ്ട് ഓഫ് സിമെൻറ്റ് 100 grams ആണ്. നമ്മൾ 90 മൈക്രോൺ സീവിൽ റിറ്റെയിൻ ചെയ്യുന്ന സിമെൻറ്റിൻ്റെ വെയിറ്റ് എടുക്കും. സോ വെയിറ്റ് റീറ്റെയിൻ ബൈ വെയിറ്റ് ടേക്കൺ മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ് പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡ്. OPCക്ക് പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 10%. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനും പോർട്ട്ലൻഡ് പസുലന സിമെൻറ്റിനും ദ പെർസെൻറ്റേജ് റീറ്റെയിൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 5%. ഇനി എയർ പെർമിബിലിറ്റി മെത്തേഡ് നമ്മൾ ബ്ലെയിൻസ് അപ്പാരറ്റസിലാണ് ചെയ്യുന്നത്. സ്പെസിഫിക് സർഫസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഫൈനസ് കണ്ടുപിടിക്കുന്നത്. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1 കിലോഗ്രാം സിമെൻറ്റിലുള്ള സിമെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ ആണ് സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് എയർ പെർമിബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഡയമെൻഷൻ ആൻഡ് പോറോസിറ്റി ഉള്ളൊരു കോമ്പാക്ട് സിമെൻറ്റ് ബെഡിൽ കൂടി ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് എയറിന് ഫ്ലോ ചെയ്യാൻ എടുക്കുന്ന ടൈം ഒബ്സർവേഷൻ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എയർ പെർമിബിലിറ്റി മെത്തേഡ്. ഫൈനസ് ഇൻക്രീസസ്, സ്പെസിഫിക് സർഫസ് ഏരിയ ഇൻക്രീസസ്, സ്ട്രെങ്ത് ഇൻക്രീസസ്. അടുത്തത് കൺസിസ്റ്റൻസി ടെസ്റ്റ്. സോ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഉള്ളൊരു സിമെൻറ്റ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന ടെസ്റ്റാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. നമ്മളിവിടെ എടുക്കുന്ന എമൗണ്ട് ഓഫ് സിമെൻറ്റ് 500 grams ആണ്. PSC കീയിൽ അത് 300 grams ആണ്. ഗേജിംഗ് ടൈം ഫോർ കൺസിസ്റ്റൻസി ടെസ്റ്റ് ഷുഡ് ബി 3.75 to 4.25 minutes. അപ്പാരറ്റസ് ഫോർ ഡൂയിങ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇസ് വിക്കറ്റ് അപ്പാരറ്റസ് വിത്ത് പ്ലഞ്ചർ. പ്ലഞ്ചറിൻ്റെ ഡയമെൻഷൻസ് ഓർത്ത് വയ്ക്കുക. ഹൈറ്റ് ഇസ് 50 mm ആൻഡ് ഡയമീറ്റർ ഇസ് 10 mm. ഇനി സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ പെനിട്രേഷൻ ഓഫ് പ്ലഞ്ചർ ഷുഡ് ബി ബിറ്റ്വീൻ 5 mm to 7 mm ഫ്രം ദ ബോട്ടം ഓഫ് ദ മോൾഡ്. സോ ബോട്ടം ഓഫ് ദ മോൾഡാണ് 5 mm to 7 mm, അത് ശ്രദ്ധിക്കുക, ടോപ്പ് ഓഫ് ദ മോൾഡ് അല്ല. ഇനി നോർമൽ കൺസിസ്റ്റൻസി ഓഫ് OPC ഈസ് 25 to 35%. ഇനി അടുത്തത് സെറ്റിംഗ് ടൈം ടെസ്റ്റാണ്. സെറ്റിംഗ് ടൈം ടെസ്റ്റിന് നമ്മൾ എടുക്കുന്ന അപ്പാരറ്റസ് വിക്കറ്റ് അപ്പാരറ്റസ് വിത്ത് നീഡിലാണ്. എമൗണ്ട് ഓഫ് സിമെൻറ്റ് 300 grams ആണ്. എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 85% ഓഫ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. അതായത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഉള്ളൊരു സിമെൻറ്റ് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ വാട്ടറിൻ്റെ 85% ആണ് ഈ ടെസ്റ്റിൽ നമ്മൾ എടുക്കുന്നത്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത സമയം മുതൽ സിമെൻറ്റ് അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. അതായത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത സമയം മുതൽ നീഡിൽ ബോട്ടത്തിൽ നിന്ന് 5 mm ഡെപ്ത് വരെ പെനിട്രേറ്റ് ചെയ്യാൻ എടുത്ത സമയമാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത സമയം മുതൽ സിമെൻറ്റ് അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി കംപ്ലീറ്റ്ലി ലൂസ് ചെയ്ത് ഹാർഡാകുന്ന ആ ഒരു ടൈമാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് നമ്മുടെ ആനുലാർ കോളർ നമ്മുടെ സർഫസിലൊരു ഇംപ്രഷൻ മേക്ക് ചെയ്യുന്ന ആ ഒരു ടൈം ഗ്യാപ്പാണ് നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി അറ്റാച്ച്മെൻറ്റ് യൂസ്ഡ് ഇൻ വിക്കറ്റ് അപ്പാരറ്റസ് ഫോർ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഇസ് എ സ്ക്വയർ നീഡിൽ വിത്ത് സൈഡ് 1 mm ആൻഡ് അറ്റാച്ച്മെൻറ്റ് യൂസ്ഡ് ഇൻ വിക്കറ്റ് അപ്പാരറ്റസ് ഫോർ ഫൈനൽ സെറ്റിംഗ് ടൈം ഇസ് എ നീഡിൽ വിത്ത് ആനുലാർ കോളർ. അടുത്തത് സൗണ്ട്നെസ് ടെസ്റ്റ്. സോ സൗണ്ട് സിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സിമെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇറ്റ് ഡു നോട്ട് ഷോ എനി വോളിയം ചേഞ്ച്. അങ്ങനെയെങ്കിൽ നമുക്കതിന് സൗണ്ട് സിമെൻറ്റ് എന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഇസ് എൻ അൺസൗണ്ട് സിമെൻറ്റ്. സോ അൺസൗണ്ട്നെസ് കോസ് ചെയ്യുന്നത് ഫ്രീ ലൈമും മെഗ്നീഷ്യം സൾഫറിൻ്റെയും പ്രസൻസിലാണ്. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് 2 അപ്പാരറ്റസ് ഉണ്ട്, ലേഷാറ്റ്ലിയർ അപ്പാരറ്റസും ഓട്ടോക്ലേവ് അപ്പാരറ്റസും. സോ ലേഷാറ്റ്ലിയർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അൺസൗണ്ട്നെസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എക്സസ് ലൈം മാത്രമേ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പാൻഷൻ ഓഫ് സിമെൻറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 10 mm ആൻഡ് വാട്ടർ റിക്വയർഡ് ഫോർ സിമെൻറ്റ് പേസ്റ്റ് എന്ന് പറയുന്നത് 0.78 times ദ വാട്ടർ റിക്വയർഡ് ഫോർ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി. The whole apparatus is immersed in water for 24 hours. Autoclave മെത്തേഡിൽ നമ്മൾ അൺസൗണ്ട്നെസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സസ് ഫ്രീ ലൈം ആൻഡ് മെഗ്നീഷ്യാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി അടുത്തത് കംപ്രസർ സ്ട്രെങ്ത് ടെസ്റ്റ്. എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് P/4+3 ആണ്. P എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ എമൗണ്ട് ഓഫ് വാട്ടറിൻ്റെ പെർസെൻറ്റേജ് ആണ്. സർഫസ് ഏരിയ ഓഫ് ദ മോട്ടാർ ക്യൂബ്സ് എന്ന് പറയുന്നത് 50 cm² ആണ്. അതായത് 7.07 cm സൈസുള്ള ക്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 3D കംപ്രസർ സ്ട്രെങ്ത് ഫോർ OPC എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 11.5 MPa ആൻഡ്
7-day compressive strength should not be less than 17.5 MPa. അടുത്തത് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ബ്രിക്കറ്റ് അപ്പാരറ്റസ് ആണ്. എമൗണ്ട് ഓഫ് വാട്ടർ P/5 + 2.5 ആണ്. ആൻഡ് ബ്രിക്കറ്റ് അപ്പാരറ്റസിൻ്റെ ക്രോസ് സെക്ഷൻ 6.45 cm² ആണ്. ആൻഡ് എമൗണ്ട് ഓഫ് സിമെൻറ്റ് 600 grams ആണ്. ഇവിടെയും ടെൻസൈൽ സ്ട്രെങ്ത് 3 days for OPC shall not be less than 2 MPa and 7 days should not be less than 2.5 MPa. കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിന് നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് മോൾഡ് 3 ആണ്. ഇനി ടെൻസൈൽ സ്ട്രെങ്ത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബ്രിക്കറ്റ്സിൻ്റെ എണ്ണം 12 ആണ്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കലോറിമീറ്റർ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ലേ ഷാറ്റിയ ഫ്ലാസ്ക് ആണ്. ഇനി ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ലൈം ടു പെർസെൻറ്റേജ് ഓഫ് സിലിക്ക, അലൂമിന ആൻഡ് അയൺ ഓക്സൈഡ്. ആൻഡ് ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ C3S-ൻ്റെയും C2S-ൻ്റെയും ഒരു റേഷ്യോ ആണ്. ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഷുഡ് ലൈ ബിറ്റ്വീൻ 0.66 ആൻഡ് 1.02. അതായത് 0.66-നെക്കാട്ടിയും കുറയാനും പാടില്ല, 1.02-നെക്കാട്ടി കൂടാനും പാടില്ല. റേഷ്യോ ഓഫ് മിനിമം പെർസെൻറ്റേജ് ഓഫ് അലൂമിന ടു ദാറ്റ് ഓഫ് അയൺ ഓക്സൈഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.66. ലോസ് ഓഫ് ഇഗ്നിഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് വെയ്റ്റ് അപ്പോൺ ഹീറ്റിംഗ് ആണ്. സോ ദ ടോട്ടൽ ലോസ് ഓഫ് ഇഗ്നിഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4%. Weight of magnesia should not be more than 5% and weight of sulfur should not be greater than 2.5%. ഇനി അടുത്തത് ഓരോ ടെസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ IS കോഡ്സ് ആണ്. സോ IS നമ്പർ ഓർത്ത് വയ്ക്കുക, 4031 ആണ്. പാർട്ട് മാത്രമേ മാറുന്നുള്ളൂ. സോ ഫൈനസ്റ്റ് ടെസ്റ്റ് ബൈ ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി മെത്തേഡിന് IS 4031 പാർട്ട് 2 ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് സൗണ്ട്നെസ് IS 4031 പാർട്ട് 3 ആണ്. സ്റ്റാൻഡേർഡ് സിമെൻറ്റ് പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഡിറ്റർമിനേഷൻ IS 4031 പാർട്ട് 4 ആണ്. സെറ്റിംഗ് ടൈം ടെസ്റ്റിന് പാർട്ട് 5 ആണ്. ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോളിക് സിമെൻറ്റ് ഡിറ്റർമിനേഷന് പാർട്ട് 6 ആണ്. ഓക്കെ. KWDA ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മെക്കാനിക്കൽ പോർഷൻസും സിവിൽ പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ്. ടെസ്റ്റ് സീരീസിന് എൻറോൾ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സിമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ ലേൺ വെൽ. വിൽ സീ യു വിത്ത് അനദർ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.